67ാമത് ഗ്രാമി പുരസ്കാര പ്രഖ്യാപനം ആരംഭിച്ചു. ബിയോൺസേക്ക് പുരസ്കാരം ബെസ്റ്റ് റോക്ക് പെർഫോമൻസ് വിഭാഗത്തിലാണ് പുരസ്കാരം. ബെസ്റ്റ് റോക്ക് പെർഫോമൻസ് പുരസ്കാരം ബീറ്റിൽസിന്, മരണാനന്തര പുരസ്കാരം ജിമ്മി കാർട്ടറിന് സമ്മാനിച്ചു. ബെസ്റ്റ് റാപ്പ് ആൽബം വിഭാഗത്തിൽ റോച്ചിക്കും പുരസ്കാരം. വിവരങ്ങളുമായി ബെനീഷ ബാബുവാണ് ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ബെനീഷ, ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ആർക്കൊക്കെയാണ് നേട്ടം ലഭിക്കുക എന്നുള്ളത്. ഇപ്പോൾ അത് പ്രഖ്യാപനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ പുരസ്കാരം നേടിയത് ആർക്കൊക്കെയാണ്? സ്വാതി, സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരത്തിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 67ാമത് ഗ്രാമി പുരസ്കാരമാണ് ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ Crypto.com അരീനയിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 94 സംഗീത പ്രതിഭകൾക്കാണ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. കാലിഫോർണിയയിലെ കാട്ടുതീയിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പരിപാടിയുടെ ആങ്കറായ ട്രെവർ നോവ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി ആരംഭിക്കുന്നത്. നിർമ്മാതാവായ ക്വിൻസി ജോൺസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി പെർഫോമൻസും ഇനി നടക്കും. പ്രധാനമായും പരിശോധിക്കുകയാണെങ്കിൽ റെക്കോർഡ് ഓഫ് ദ ഇയർ, ആൽബം ഓഫ് ദ ഇയർ, സോങ് ഓഫ് ദ ഇയർ, ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ്, ഈ 4 കാറ്റഗറിയിലുള്ള പുരസ്കാരങ്ങളാണ് ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇതിനുള്ളിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് റോക്ക് പെർഫോമൻസിന് ബീറ്റിൽസിന് പുരസ്കാരം ലഭിച്ചു. ബെസ്റ്റ് റാപ്പ് പെർഫോമൻസ് ആയിട്ട് റോച്ചിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആമി അലൻ സോങ് റൈറ്റർ ഓഫ് ദി ഇയറായി നോൺ ക്ലാസിക്കൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് റോക്ക് പെർഫോമൻസ് ബീറ്റിൽസിന്. ബെസ്റ്റ് പോപ്പ് ഡാൻസ് കാറ്റഗറിയിൽ ബെസ്റ്റ് ഡാൻസ് ഇലക്ട്രോണിക് ആൽബത്തിന് ചാർലി XCXന് ലഭിച്ചിട്ടുണ്ട്. സർബീന കാർപെൻറ്റർ എക്സ്പ്രസോയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ജിമ്മി കാർട്ടറിൻ്റെ ലാസ്റ്റ് ഡേയ്സ് ഓഫ് പ്ലെയിൻസ് എ സെൻറ്റിമെൻ്റൽ സെലിബ്രേഷൻ എന്നതിലെ നരേഷിന് മരണാനന്തര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഉറ്റുനോക്കുന്ന 4 പുരസ്കാരങ്ങളാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. 8 മണിക്കൂറാണ് ഈ പരിപാടി നീണ്ടു നിൽക്കുന്നത്. സ്വാതി. ശരി ബെനീഷ, ഇനി ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിക്കുക എന്നത് നമുക്ക് കണ്ടറിയാം.